മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ശ്ലോകം: അർച്ചിഷ്മാനർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോ മിതവിക്രമ. ആദ്യത്തെ നാമം അർച്ചിഷ്മാൻ എന്ന്. അർച്ചിഹി എന്ന് വെച്ചാൽ പ്രകാശം, രശ്മി എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഏറ്റവും അധികം പ്രകാശമുള്ളവൻ അർച്ചിഷ്മാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ചന്ദ്രസൂര്യാദികൾക്കൊക്കെയാണ് പ്രകാശം പറയണത് അല്ലേ? അവയേക്കാളൊക്കെ അർച്ചിസ് ഉള്ളതായി അറിയപ്പെടുന്നതായ സൂര്യചന്ദ്രാദികളേക്കാൾ എല്ലാം അധികമായിട്ട് അർച്ചിസ് ഉള്ളതുകൊണ്ട് ഭഗവാന്, അതായത് സൂര്യരൂപിയായ ഭഗവാന്, സൂര്യരൂപി എന്നില്ല, ഇവിടെ സൂര്യനും സൂര്യചന്ദ്രാദികളെക്കാളെല്ലാം അർച്ചിസുള്ളതായ സൂര്യചന്ദ്രാദികളെല്ലാം ഭഗവാന്റെ തേജസ് കൊണ്ടാണ് പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ അവർക്കെല്ലാം തന്നെ അർച്ചിസിനെ നൽകുന്നതായ ഭഗവാന് അർച്ചിഷ്മാൻ എന്ന് നാമധേയം. ആരുടെ രശ്മികളെ കൊണ്ടാണോ ചന്ദ്രസൂര്യാദികൾ രശ്മികളുള്ളവയായി തീരുന്നത്, ആ ഭഗവാൻ തന്നെയാണ് മുഖ്യനായ അർച്ചിഷ്മാൻ. ഏറ്റവും പ്രധാനമായിട്ടുള്ള അർച്ചിസുള്ള ആള് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ രശ്മി കൊണ്ടാണ് സൂര്യചന്ദ്രാദികളൊക്കെ പ്രകാശിക്കുന്നത് എന്ന്. ഇനി അർച്ചിത എന്ന് അടുത്ത നാമധേയം. സർവലോകരാലും അർച്ചിക്കപ്പെടുന്നവൻ അർച്ചിത. അർച്ചിത അർച്ചിക്കപ്പെടുന്നവൻ എന്നർത്ഥം. അത് ആരാൾ അർച്ചിക്കപ്പെടുന്നു? സർവ ജനങ്ങളാലും, സർവ ഭൂമിയിലുള്ളതായ സർവരാലും അർച്ചിക്കപ്പെടുന്നു എന്നതുകൊണ്ട് അർച്ചിത എന്ന് നാമധേയം. ഇനി കുംഭ. കുംഭ എന്ന് വെച്ചാൽ കുടം എന്നാണ് അർത്ഥം. അതായത് കുടം പോലെ, ഒരു കുടത്തിലേക്ക് എങ്ങനെയാണോ പദാർത്ഥങ്ങൾ ചെന്ന് ചേരുന്നത്, ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ആ ഘടം അല്ലാതെ കണ്ട്, കുടം അല്ലാതെ കണ്ട് അതിലുള്ളതായിട്ടുള്ള പദാർത്ഥങ്ങൾക്കൊന്നും നിലനിൽപ്പ് ഇല്ലാതെ വരുന്നത് പോലെ ഭഗവാനിൽ സംഹാര സമയത്ത് സർവ്വജീവജാലങ്ങളും ചെന്നെത്തിച്ചേരുന്നു. അതൊക്കെ ഭഗവാനിൽ നിന്ന് വ്യക്തമായിട്ടുള്ളൊരു നിലപാട് ഇല്ലാതെ വരുന്നു എന്നതുകൊണ്ട് ഭഗവാന് കുംഭം പോലെ വർത്തിക്കുന്നത് കൊണ്ട് കുംഭ എന്ന് നാമധേയം. കുടം പോലെ വർത്തിക്കുന്നത് കൊണ്ട്, അതായത് കുടത്തിൽ ചെല്ലേണ്ടതായിട്ട് സാധനങ്ങൾ മുഴുവൻ ചെല്ലുന്നു. എത്ര സാധനങ്ങൾ ചെന്നാലും ആ കുടത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. കുടം അതിനെ എല്ലാം ഉൾക്കൊള്ളുന്നു. അതുപോലെ സംഹാര സമയത്ത് ഭഗവാനിൽ ജീവജാലങ്ങളും എത്തിച്ചേരുന്നു. ഭഗവാൻ അവയെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഭഗവാന് കുംഭ എന്നുള്ളത്, കുംഭം പോലെ വർത്തിക്കുന്നത് കൊണ്ട് കുംഭ എന്നുള്ള നാമധേയം. അടുത്തത് വിശുദ്ധാത്മാ. ഗുണത്രയങ്ങൾക്ക് അതീതമായ ആത്മാവോടുകൂടിയവൻ, അല്ലെങ്കിൽ ഗുണത്രയങ്ങൾക്ക് അതീതനും ആത്മാവും ആയവൻ. ആത്മാവാണ്, അതേസമയം ഗുണത്രയങ്ങൾക്ക് അതീതനുമാണ്. സത്വരജസ്തമോ ഗുണങ്ങളില്ല എന്നതുകൊണ്ട് ഭഗവാന് വിശുദ്ധമായ ആത്മാവോടുകൂടിയവൻ. ഗുണത്രയങ്ങളിൽ നിന്ന് ഭിന്നമായ വ്യത്യസ്തമായ ആത്മാവോടുകൂടിയവൻ വിശുദ്ധാത്മാ എന്ന്. ഇനി വിശോധന. ശോധനം ചെയ്യുന്നവൻ, അതായത് ശുചിയാക്കുന്നവൻ എന്നർത്ഥം. മലങ്ങളെ മാറ്റി തീർക്കുന്നവൻ. എന്താണ് ഇവിടെ മലങ്ങള്? സ്മൃതിമാത്രേണ പാപാനാം ക്ഷപണാത് വിശോധന. എല്ലാ പാപങ്ങളെയും ഭഗവാനെ കുറിച്ച് സ്മരിക്കുമ്പോൾ തന്നെ അവൻ്റെ സർവപാപങ്ങളെയും ഭഗവാൻ നശിപ്പിക്കുന്നു എന്നതുകൊണ്ട് വിശോധന എന്നുള്ള നാമധേയം. ഇനി അനിരുദ്ധ എന്ന് അടുത്ത നാമധേയം. അനിരുദ്ധ എന്ന് ചതുർവ്യൂഹങ്ങളിൽ ഒന്നാണ് അനിരുദ്ധൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ചതുർവ്യൂഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വൈഷ്ണവം ആയിട്ടുള്ള പ്രത്യേകം വൈഷ്ണവായിട്ടുള്ളതായിട്ട് സങ്കല്പങ്ങളിൽ ആണ് ഈ പ്രത്യേകിച്ചും വിശിഷ്ടാദ്വൈതം എന്നുള്ള പക്ഷമാണ്. വിശിഷ്ടാദ്വൈത പക്ഷത്തിൽ ഈ 4
വ്യൂഹങ്ങൾക്ക്, ചതുർവ്യൂഹങ്ങൾക്ക് പ്രത്യേക സ്ഥാനം ഉണ്ട്. അതായത് എല്ലാ ഈശ്വരന്മാരായിട്ടും സർവ്വ കണക്കാക്കുന്നത് ഈ ചതുർവ്യൂഹത്തെയാണ്. 4 പേര് പറയുന്നുണ്ട്. അവയുടെ വ്യൂഹത്തെ ആണ് ചതുർവ്യൂഹം എന്ന് പറയുന്നത്. അവിടെ സർവപ്രധാനമായിട്ടുള്ള പ്രാധാന്യേന വർത്തിക്കുന്നത് ഈ 4 വ്യൂഹങ്ങളിൽ പെട്ടവരാണ്. ഏതൊക്കെയാണ് ആ 4 വ്യൂഹങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെയാണ് ഈ 4 വ്യൂഹങ്ങൾ. വ്യൂഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകടമായിട്ടുള്ള സ്വരൂപം, ഭഗവാൻ പരമാത്മാവ് ഈ 4 പ്രകടമായിട്ടുള്ള സ്വരൂപങ്ങളിൽ വർത്തിക്കുന്നു എന്ന ഓരോരോ മതത്തിൻ്റെ ഭേദം ആണ് അവിടെ. ഈ വിശിഷ്ടാദ്വൈത മതത്തിലാണ് ഈ ചതുർവ്യൂഹങ്ങളെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയണത്. അതായത് വാസുദേവൻ, അനിരുദ്ധൻ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെ. വാസുദേവൻ, സംഘർഷണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലരാമൻ. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നാണ് ഈ 4 വ്യൂഹങ്ങൾ ആയിട്ട്. വാസുദേവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെ. കൃഷ്ണൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നാണ് 4 വ്യൂഹങ്ങളായിട്ട് പറയുന്നത്. വ്യൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകടമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവൻ, സ്വരൂപത്തിനെയാണ് വ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രകടമായിട്ടുള്ള സ്വരൂപം, ഈ 4 സ്വരൂപത്തോടു കൂടി പ്രകടമാക്കി സ്വയം പ്രകാശിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ചതുർവ്യൂഹ എന്ന് ഭഗവാന് നാമധേയം വന്നത് എന്നാണ്. അപ്പോൾ ചതുർവ്യൂഹ എന്ന് 4 വ്യൂഹങ്ങളോട് കൂടിയവൻ എന്ന് അർത്ഥം പറഞ്ഞു, അല്ല ഒരു നാമധേയം പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അപ്രതിരഥ, പ്രതിരഥം ഇല്ലാത്തവൻ. പ്രതിരഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരാളി. പ്രതിരഥൻ എന്ന് പറയുമ്പോൾ എതിരാളി ഇല്ലാത്തവൻ. ഭഗവാന് എതിരാളികൾ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ അപ്രതിരഥ എന്ന നാമധേയം. പ്രതിരഥം ഇല്ലാത്തവൻ, അപ്രതിരഥ എന്ന്. പ്രതിരഥ എന്ന് വെച്ചാൽ എതിരാളി എന്നർത്ഥം. അപ്പോൾ ഭഗവാന് എതിരാളികളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അപ്രതിരഥ എന്നുള്ളതായ നാമധേയം ഭഗവാന്. ഇനി അത് കഴിഞ്ഞാൽ പ്രദ്യുമ്ന എന്ന് പറഞ്ഞാൽ ഈ ചതുർവ്യൂഹങ്ങളിൽ പെട്ടതാണ് അല്ലേ. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, 3ാമത്തെ വ്യൂഹമാണ് പ്രദ്യുമ്നൻ എന്നുള്ളത്. അപ്പോൾ ആ പ്രദ്യുമ്ന സ്വരൂപം ഭഗവാന്റെ തന്നെ സ്വരൂപം ആണ് എന്നാണ്. അപ്പം അങ്ങനെ ഭഗവാന്റെ സ്വരൂപമായിട്ടുള്ളതായ ഈ പ്രദ്യുമ്നൻ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ഈ പ്രദ്യുമ്നനും എന്നുള്ളത് കൊണ്ട് പ്രദ്യുമ്നൻ എന്നുള്ളതായ നാമധേയം ഭഗവാന്. സ്കന്ധ അല്ല, ദ്യുമ്നം എന്നാൽ സമ്പത്ത്. അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി പറയുന്നുണ്ട്. പ്രദ്യുമ്നൻ എന്നുള്ള 4ാമത്തെ വ്യൂഹം, അല്ല 3ാമത്തെ ചതുർവ്യൂഹത്തിൽ 3ാമത്തെ വ്യൂഹമാണ് പ്രദ്യുമ്നൻ. ഇനി അതല്ലാതെ കണ്ട് ദ്യുമ്നം എന്നുള്ളതിന് സമ്പത്ത് എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥം എടുക്കുമ്പോൾ ദ്യുമ്നം സമ്പത്ത് എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ധാരാളമായ സമ്പത്ത് ഉള്ളവൻ. എല്ലാ പ്രപഞ്ചത്തിലുള്ളത് എല്ലാം തന്നെ ഭഗവാന്റെ സമ്പത്താണ്. അപ്പോൾ അതിധാരാളമായ സമ്പത്തുള്ളവനായതുകൊണ്ട് ഭഗവാന് പ്രദ്യുമ്ന എന്നുള്ളതായ നാമധേയം എന്ന് മാത്രമല്ല, അവിടെ പ്രദ്യുമ്നൻ 3ാമത്തെ വ്യൂഹം കൂടി ആണ് എന്ന്. കാണാവുന്നതായിട്ടുള്ള പ്രകടമായിട്ടുള്ളതായ സ്വരൂപത്തോടു കൂടിയവൻ. അടുത്തത് അമിത വിക്രമ, അമിതമായ വിക്രമത്തോടു കൂടിയവൻ. വിക്രമം എന്നുള്ളത് ശൗര്യം തന്നെ. അമിതമായ അതുല്യമായിട്ടുള്ള ശൗര്യം ഉള്ളവൻ, വിക്രമത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ അമിത വിക്രമ എന്ന് നാമം. അത്യുഷ്മാനർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോമിത വിക്രമ